മീനയുടെ ഡയറി സെപ്റ്റംബർ 29. ഭക്ഷണം കഴിഞ്ഞ് ഞാനും ഡോക്ടർ സെവാർഡും കൂടെ മുറിയിലേക്ക് തിരികെ വന്നു. തൻ്റെ ഡയറി എൻ്റെ കയ്യിലെടുത്തു തന്ന് അദ്ദേഹം അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നു. ജൊനാഥൻ്റെ ഡയറിയിൽ മുഴുകി. ലൂസിയുടെ അതിദാരുണമായ ദുരന്തകഥയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്ന് കസേരയിലേക്ക് ചാഞ്ഞുപോയി. ഭാഗ്യത്തിന് എനിക്ക് ബോധക്ഷയം വന്നില്ല. ഡോക്ടർ സെവാർഡ് തിരിഞ്ഞു നോക്കി. ഭയചകിതനായി അദ്ദേഹം ചാടി എണീറ്റു. അനിയന്ത്രിതമായൊരു ദീനസ്വരം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പുറത്തെ അലമാരയിൽ നിന്ന് ഒരു കുപ്പി വലിച്ചെടുത്ത് കുറേ ബ്രാൻഡി ഗ്ലാസ്സിലേക്ക് പകർന്ന് അദ്ദേഹം എൻ്റെ നേരെ നീട്ടി. ഞാനത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. എൻ്റെ തലച്ചോറാകെ കിടന്ന് ചൂളം കുത്തുകയായിരുന്നു. എല്ലാറ്റിനുമിടയിലൂടെ ലൂസിക്ക് ഒടുവിൽ നിത്യശാന്തി ലഭിച്ചുവല്ലോ എന്ന ഒരൊറ്റ പ്രകാശകിരണം മാത്രമേ എന്നെ തെല്ലെങ്കിലും ആശ്വസിപ്പിച്ചുള്ളൂ. എല്ലാം അതിവിചിത്രമായിരിക്കുന്നു. ട്രാൻസിൽവാനിയയിൽ വെച്ച് ജൊനാഥൻ അനുഭവിച്ചിട്ടുള്ളതെല്ലാം അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ യാതൊന്നും വിശ്വസിക്കുകയില്ലായിരുന്നു. ഞാൻ ഡോക്ടർ സെവാർഡിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇതൊക്കെ പകർത്തിവെക്കട്ടെ. പ്രൊഫസർ വാൻ ഹെൽസിംഗ് വരുമ്പോഴേക്കും നാം തയ്യാറായിരിക്കണം. വൈറ്റ് ബീയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഇങ്ങോട്ട് വരണമെന്ന് കാണിച്ച് ഞാൻ ജൊനാഥന് കമ്പി കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർവ്വപ്രാധാന്യമർഹിക്കുന്നത് ദിവസങ്ങളാണ്. നാം എല്ലാ വസ്തുതകളും ഒരുക്കി വഴിക്ക് വഴി തയ്യാറാക്കി വെച്ചാൽ ഒരു നല്ല ഭാഗം പ്രവൃത്തി ചെയ്തു തീർത്തുവെന്ന് തോന്നുന്നു. ആർതറും ക്വിൻസിയും വരുമെന്ന് പറഞ്ഞുവല്ലോ. അവരെത്തുമ്പോഴേക്കും നാം തയ്യാറായിരിക്കുക. ഞാൻ ടൈപ്പ് റൈറ്റർ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഡയറിയുടെയും മറ്റുള്ളവ പോലെ തന്നെ 3 കോപ്പി വീതം എടുത്തു. ഇതിനിടെ ഡോക്ടർ സെവാർഡ് പതിവ് പോലെയുള്ള ആസ്പത്രി സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. എക്സെറ്റർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്രയയക്കുന്ന വേളയിൽ ആ സായാഹ്ന പത്രത്തിലെ വാർത്ത വായിച്ച് പ്രൊഫസർ എന്തുമാത്രം ചകിതനായെന്ന് ജൊനാഥൻ എന്നോട് പറഞ്ഞിരുന്നു. ആ പത്രങ്ങൾ ഡോക്ടർ സെവാർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ അവയും എടുത്ത് എൻ്റെ മുറിയിലേക്ക് പോയി. ഡ്രാക്കുള പ്രഭു കരക്കിറങ്ങിയപ്പോൾ വൈറ്റ് ബീയിലുണ്ടായ അതിഭയങ്കരമായ സംഭവവികാസങ്ങളെപ്പറ്റി അറിയാൻ. അന്ന് ഞാൻ വെട്ടിവെച്ച പത്രഭാഗങ്ങൾ എത്രമാത്രം ഉപകരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഈ സായാഹ്ന പത്രത്തിൽ നിന്ന് ചില പുതിയ വാർത്തകൾ കിട്ടാൻ കഴിഞ്ഞേക്കും. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. ഏതായാലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി സെപ്റ്റംബർ 30. ജൊനാഥൻ 9 മണിക്ക് വന്നു. കാഴ്ചയിൽ അസാധാരണമാംവിധം സമർത്ഥനും പ്രസരിപ്പുള്ളവനുമാണ് അയാൾ. ആ ഡയറിയിലെ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ നല്ല മനക്കരുത്തുള്ളവനുമാണ്. പൗരുഷത്തിൻ്റെ ഒരു ഉത്തമ പ്രതിരൂപമാണ് ഞാൻ ആ ഡയറിക്കുറിപ്പിൽ പ്രതിഫലിച്ചു കണ്ടത്. പിന്നീട് ഭക്ഷണത്തിനു ശേഷം ജൊനാഥനും ഭാര്യയും കൂടി അവരുടെ മുറിയിലേക്ക് പോയി. തെല്ല് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ശബ്ദം കേൾക്കായി. അവർ തിരക്കിട്ട് ജോലി ചെയ്യുകയാണ്. ആ പെട്ടികൾ ഏറ്റുവാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്ത കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള എഴുത്തുകുത്തുകളുടെ രേഖയെല്ലാം ജൊനാഥൻ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഡയറി വായിക്കുകയാണ്. ഡ്രാക്കുള പ്രഭുവിൻ്റെ സങ്കേതം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടമാണ് പോലും. അത്ഭുതം തന്നെയാണ്. എനിക്കതിനെപ്പറ്റി യാതൊരു സംശയവും തോന്നിയതേയില്ല. റെൻഫീൽഡിൻ്റെ പെരുമാറ്റത്തിൽ ധാരാളം സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതാരറിയാനാണ്. ആ വീട് വാങ്ങിയതിന് നടത്തിയ എഴുത്തുകുത്തുകളൊക്കെ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ ചില ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ ലൂസിക്ക് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ജൊനാഥൻ തിരികെ പോയിരിക്കുന്നു. അദ്ദേഹം വീണ്ടും വസ്തുതകൾ ശേഖരിക്കുകയാണ്. ഭക്ഷണ സമയമാവുമ്പോഴേക്കും സംഗതികളുടെ സമഗ്രമായ ഒരു ചിത്രം തയ്യാറാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴേക്കും ഞാൻ റെൻഫീൽഡിനെ ഒന്ന് കാണട്ടെ. പ്രഭുവിൻ്റെ വരവും പോക്കും വ്യക്തമായി അറിയാനുള്ള ഒരു സൂചികയാണ് അയാൾ. ഞാൻ ചെന്നപ്പോൾ റെൻഫീൽഡ് സന്തോഷവദനായിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളെ കണ്ടാൽ തീരെ ഭ്രാന്തില്ലെന്നേ തോന്നൂ. ഞാൻ അരികെ ചെന്നിരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാറ്റിനും വളരെ സ്വാഭാവികതയോടെയാണ് അയാൾ മറുപടി പറഞ്ഞത്. പിന്നീട് അയാൾ ഇങ്ങോട്ട് എടുത്തു പറഞ്ഞു തനിക്ക് വീട്ടിൽ പോകണമെന്ന്. ഈ ഒരു വിഷയത്തെപ്പറ്റി അയാൾ ഇവിടെ വന്ന ശേഷം ഒരിക്കലും സംസാരിച്ചിട്ടില്ല. യാതൊരു തടസ്സവുമില്ലാതെ തന്നെ വിട്ടയക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് അയാൾ സംസാരിച്ചത്. ജൊനാഥനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ആ ഡയറികളൊക്കെ വായിക്കുകയും റെൻഫീൽഡിന് ഹാലിളകിയ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെ വിട്ടയക്കാൻ തയ്യാറാവുമായിരുന്നു. ഇപ്പോൾ ഞാൻ സംശയാലുവാണ്.
അയാളുടെ ഹാലിളക്കങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ പ്രഭുവിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പരിപൂർണ ശാന്തതയുടെ സാരം എന്താണ്? അല്പസമയത്തിനു ശേഷം ഞാൻ അവിടെ നിന്ന് തിരികെ പോന്നു. അയാളുടെ ഈ ശാന്ത സ്വഭാവത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. അയാളെ നല്ല പോലെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പരിചാരകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജൊനാഥൻ്റെ ഡയറി സെപ്റ്റംബർ 29. ഞാൻ ലണ്ടനിലേക്കുള്ള വണ്ടിയിൽ വെച്ചാണ് ഇത് എഴുതുന്നത്. ബില്ലിംഗ്ടൻ്റെ കത്ത് കിട്ടി. തൻ്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും തരാമെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അപ്പോൾ വൈറ്റ് ബിയിൽ നേരിട്ട് പോയി ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രഭുവിൻ്റെ പെട്ടികൾ ലണ്ടനിൽ എവിടെയാണ് ഇറക്കിയിരിക്കുന്നതെന്ന് അറിയുകയാണിപ്പോൾ പ്രധാനമായി വേണ്ടത്. ബില്ലിംഗ്ടൺ നല്ലവനാണ്. അദ്ദേഹം സ്റ്റേഷനിൽ വന്ന് എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി അവിടെ താമസിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരുടെ ആതിഥ്യ മര്യാദ പ്രശംസനീയം തന്നെയായിരുന്നു. എനിക്ക് ജോലി തിരക്കുണ്ടെന്നും വളരെ കുറച്ച് സമയമേ അവിടെ ചെലവഴിക്കാനാവൂ എന്നും അദ്ദേഹം മുൻകൂട്ടി കണ്ടതുപോലെ തോന്നി. ആ പെട്ടികളെ സംബന്ധിച്ച കടലാസുകളൊക്കെ അദ്ദേഹം മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്നു. ഡ്രാക്കുള പ്രഭുവിൻ്റെ പദ്ധതികളെപ്പറ്റി വ്യക്തമായി അറിയുന്നതിന് മുമ്പ് കോട്ടയിൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് അന്ന് കണ്ടിട്ടുള്ള ഒരു കത്ത് ഈ കത്തുകളുടെ കൂട്ടത്തിൽ കണ്ടു. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. എല്ലാം വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് രൂപപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. പെട്ടികൾ സ്ഥലം മാറ്റം ചെയ്യപ്പെടുമ്പോൾ സംഭവിച്ചേക്കാവുന്ന അത്യാഹിതങ്ങൾക്ക് പോലും പ്രതിവിധി കണ്ടുകൊണ്ടാണ് പ്രഭു തൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ കടുകിട തെറ്റാതെ നിറവേറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു. പെട്ടികൾ അയക്കുന്നതിനെപ്പറ്റി അറിയിക്കുന്ന കടലാസിൽ ഇപ്രകാരമാണ് കുറിച്ചിരിക്കുന്നത്: 50 പെട്ടി സാധാരണ മണ്ണ്, പരീക്ഷണാർത്ഥം ഉപയോഗിക്കാനുള്ളത്. ഇതും പീറ്റേഴ്സിനുള്ള കത്തും അതിൻ്റെ മറുപടിയും എല്ലാം ഞാൻ കുറിച്ചെടുത്തു. ബില്ലിംഗ്ടൻ്റെ കൈവശം ഇത്രയും വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നീട് നേരെ കസ്റ്റംസ് ഓഫീസിലേക്ക് ചെന്നു. അസാധാരണമാംവിധം എത്തിച്ചേർന്ന ആ കപ്പലിനെ പറ്റി മാത്രമേ അവർക്ക് വിവരമുണ്ടായിരുന്നുള്ളൂ. 50 പെട്ടി മണ്ണിനെപ്പറ്റി ആർക്കും ഒരു വിവരവും തരാൻ പറ്റിയില്ല. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടു. അദ്ദേഹമാണ് ആ പെട്ടികൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയ മനുഷ്യനെപ്പറ്റി വിവരങ്ങൾ തന്നത്. ഞാൻ അയാളെ പോയി കണ്ടു. അവയ്ക്ക് വളരെയധികം കനമുണ്ടായിരുന്നു എന്നേ അയാൾക്ക് പറയാൻ പറ്റിയുള്ളൂ. അവ എടുത്തുകൊണ്ട് പോകുന്നത് വലിയ വിഷമമായിരുന്നു അത്രേ. ചിലർ തങ്ങൾ അനുഭവിച്ച വിഷമതകൾ വിശദീകരിച്ചു തന്നു. എൻ്റെ താല്പര്യം വ്യക്തമാക്കാതെ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ പെരുമാറിയത്. സെപ്റ്റംബർ 30. പിറ്റേന്ന് കാലത്ത് ഞാൻ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പെട്ടികൾ വന്നതിനെപ്പറ്റി ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം വലിയ വിഷമം കൂടാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തി. പെട്ടികളെപ്പറ്റി അവർ തന്ന വിവരവും തികച്ചും ശരിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ പീറ്റേഴ്സിൻ്റെ കേന്ദ്ര ഓഫീസിലേക്കാണ് പോയത്. അവരും വളരെ ഔദാര്യത്തോടെ എന്നെ സ്വീകരിച്ചു. ഉടനെ തന്നെ തങ്ങളുടെ നാൾവഴി പുസ്തകങ്ങളും മറ്റും മറിച്ചു നോക്കി. കൂടുതൽ വിവരങ്ങൾക്കായി കിങ് ക്രോസിലുള്ള അവരുടെ ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ചു. കാർഫാക്സിൽ ആ പെട്ടികളൊക്കെ കൊണ്ടുപോയി ഇറക്കിയതിനെ പറ്റിയുള്ള ബില്ലുകളും മറ്റെല്ലാ കടലാസുകളും അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു. അവ എടുത്തുകൊണ്ടു പോകാൻ സഹായിച്ചിട്ടുള്ള ജോലിക്കാരിൽ ഒരാൾ അതിൻ്റെ പുറത്തെഴുതിയിട്ടുള്ള ചില വാക്കുകളും ഓർമ്മിക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ അയാളിൽ നിന്നും കൂടുതലായി വല്ല വിവരവും കിട്ടുമോ എന്നറിയാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, സർ, അത്രയും കുരുത്തം കേട്ട ഒരു ജോലി ഞാൻ അതിനു മുമ്പും പിന്നീടും ചെയ്തിട്ടില്ല. നാശം! ശതാബ്ദങ്ങളായി അവയൊന്നും തൊടുക പോലും ചെയ്യാതെ കിടക്കുകയായിരുന്നുവെന്ന് തോന്നും. അവ കൊണ്ടുപോയിട്ട പൊളിഞ്ഞ വീടോ കാൽമുട്ടുവരെ മൂടാൻ തക്കവണ്ണം പൊടിയാണ് അവിടെ മൂടിക്കിടന്നിരുന്നത്. അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ യുഗങ്ങൾക്കപ്പുറത്തുള്ള ദുർഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ തന്നെ പറ്റുകയില്ലെന്ന് തോന്നി. നേരം സന്ധ്യയായാൽ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ സാർ എന്നെ കാക്കണ്ട. എനിക്ക് അയാളെ അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി. വാർണയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പെട്ടികളും യാതൊരു കേടുപാടും കൂടാതെ കാർഫാക്സിലെ ആ വലിയ പള്ളിയിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതിനകം തന്നെ ചിലത് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ 50 എണ്ണം കാണണം. പക്ഷേ ഡോക്ടർ സെവാർഡിൻ്റെ ഡയറിയിൽ പറയുന്നത് ചില പെട്ടികൾ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നല്ലേ? അവിടെ നിന്ന് ആ വണ്ടിക്കാരൻ പെട്ടികൾ എടുത്തുകൊണ്ട് പോകുമ്പോഴല്ലേ റെൻഫീൽഡ് അവരെ ആക്രമിച്ചത്? അതിനാൽ ആ വണ്ടിക്കാരനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഈ തുമ്പ് പിടിച്ചു പോയാൽ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. പിന്നീട് ഞാനും മീനയും ഇന്ന് മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ഇപ്പോൾ എല്ലാ കടലാസുകളും ക്രമപ്പെടുത്തി വെച്ചു കഴിഞ്ഞിരുന്നു. മീനയുടെ ഡയറി സെപ്റ്റംബർ 30.
ഇപ്പോൾ എന്നിലുള്ള ആഹ്ലാദരേഖം എങ്ങനെയാണ് കടലാസിലേക്ക് പകർത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡ്രാക്കുള പ്രഭുവിനെ പറ്റിയുള്ള അതിഭയാനകമായ അധ്യായം വീണ്ടും തുറക്കുന്നത് ജൊനാഥനെ തളർത്തിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുകയായിരുന്നു. പക്ഷേ വൈറ്റ് ബീയിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ധീരമായ നിശ്ചയദാർഢ്യമാണ് സ്ഫുരിച്ചിരുന്നത്. എന്നാലും എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തെ തെല്ലും അലട്ടിയില്ല. അദ്ദേഹം മുമ്പൊരിക്കലും ഇത്രയും ദൃഢവ്രതനും ധീരനുമായി കണ്ടിട്ടില്ല. തികഞ്ഞ ശുഭപ്രതീക്ഷയോടെയാണ് ഇന്ന് അദ്ദേഹം തിരികെ വന്നത്. ഞങ്ങളെല്ലാം ശരിപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ ആവേശം കൂടിയതുപോലെ തോന്നുന്നു. ആ പ്രഭു മനുഷ്യനും മൃഗവും ഒന്നുമല്ല, ഒരു പൈശാചിക വസ്തുവാണ്. അവൻ ആക്രമിക്കുന്നത് ആരെയായാലും ആ സാധുവിൻ്റെ നേരെ അനുകമ്പ തോന്നാതെ വയ്യ. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി എന്നെ ആകെ ഉലച്ചു കളഞ്ഞു. പാവം ലൂസിയുടെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. എനിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. പിന്നീട് ആർതറും ക്വിൻസിയും പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിച്ചേർന്നു. ഡോക്ടർ സെവാർഡും ജൊനാഥനും കൂടി പുറത്തുപോയിരിക്കുകയായിരുന്നു. അതിനാൽ ഞാനാണ് അവരെ സ്വീകരിച്ചത്. ആർതറെ കണ്ടപ്പോൾ എനിക്ക് വേദന അടക്കാൻ സാധിച്ചില്ല. 1-2 മാസം മുമ്പ് വരെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകളും സുന്ദര സ്വപ്നങ്ങളും എല്ലാം തന്നെ ഞൊടിയിടയിൽ ഞാൻ ഓർത്തുപോയി. ലൂസി എന്നെപ്പറ്റി എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. പ്രൊഫസർ വാൻ ഹെൽസിങ്ങും എന്നെ ഊതി വീർപ്പിച്ച് കാണിച്ചിട്ടുണ്ടാവും. ക്വിൻസിയുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു. ഇവർ രണ്ടുപേരും ലൂസിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് എനിക്കറിയാമെന്ന് ഇക്കൂട്ടർക്ക് അറിഞ്ഞുകൂടാ. സംഗതികൾ എത്രത്തോളം എനിക്കറിയാമെന്നും ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കും അവർ കാര്യമായി ഒന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ ഞാൻ സമയം കളയാൻ വയ്യെന്ന് തീരുമാനിച്ചു. ലൂസിയുടെ മരണവേളയിൽ യഥാർത്ഥമായ മരണസമയത്ത് ഇവർ രണ്ടുപേരും സന്നിഹിതരായിരുന്നുവെന്ന് ഡോക്ടർ സെവാർഡിൻ്റെ ഡയറിയിലുണ്ട്. അപ്പോൾ എല്ലാ രഹസ്യവും ഇവരോട് പറയാം. എല്ലാ ഡയറികളും മറ്റെല്ലാ കടലാസുകളും ഞാൻ വായിച്ചിട്ടുണ്ടെന്നും ഞാനും എൻ്റെ ഭർത്താവും കൂടി എല്ലാം ക്രമപ്രകാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും ഞാൻ അവരോട് പറഞ്ഞു. ഓരോ കോപ്പി അവരുടെ കയ്യിലെടുത്തു കൊടുത്ത് ഞാൻ അവരോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. ആർതർ തൻ്റെ കോപ്പി കയ്യിലെടുത്ത് മറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, മിസ്സിസ് ഹാർക്കർ, ഇതൊക്കെ നിങ്ങൾ എഴുതിയതാണോ? ഞാൻ തലകുലുക്കി. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ നിങ്ങളേവരും ഇത്രയും ആത്മാർത്ഥതയോടെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല. മനുഷ്യനെ അവൻ്റെ അന്ത്യനിമിഷം വരെ വിനയാന്വിതനാക്കത്തക്ക വിധത്തിലുള്ള പാഠങ്ങൾ ഞാൻ ഇതിനകം തന്നെ പഠിച്ചിരിക്കുന്നു. എല്ലാറ്റിനും പുറമെ എനിക്കറിയാം, നിങ്ങൾ ലൂസിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം പുറം തിരിഞ്ഞിരുന്ന് കൈത്തലം കൊണ്ട് മുഖം പൊത്തി. ആ സ്വരത്തിൽ കണ്ണുനീർ കലർന്നിരിക്കുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് കർത്തവ്യതാ മൂഢനായ ക്വിൻസി ഒരു നിമിഷനേരം അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചു നിന്നു. പിന്നീട് നിശബ്ദനായി പുറത്തേക്കിറങ്ങിപ്പോയി. സ്ത്രീയുടെ മുമ്പിലെത്തുമ്പോൾ ഒരു പുരുഷനെ എത്രയും സരളചിത്തനാക്കുകയും തൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഉള്ളറ രഹസ്യങ്ങളും തുറന്നു പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു അത്ഭുത ശക്തി വിശേഷം അവളിലുണ്ടെന്ന് തോന്നുന്നു. കാരണം മുറിയിൽ ഞാൻ തനിച്ചാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ തൊട്ടരികിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. ഞാൻ കൂടുതൽ സ്വതന്ത്രമായി പെരുമാറുകയാണെന്ന് അദ്ദേഹം കരുതുകയില്ലെന്ന് എനിക്കറിയാം. ആ ഹൃദയം തകർച്ചയുടെ വക്കത്താണെന്ന് വ്യക്തമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലൂസി എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള അടുപ്പവും എനിക്കറിയാം. ഞങ്ങൾ സഹോദരിമാരെ പോലെയാണ് ജീവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സഹോദരിയായി എന്നെ സ്വീകരിക്കുകയില്ലേ? നിങ്ങൾ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂസിയെ കരുതി നിങ്ങളുടെ നൊമ്പരങ്ങളിൽ എന്നെയും പങ്കുചേരാൻ അനുവദിക്കുകയില്ലേ? അടുത്ത നിമിഷത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഇതുവരെയും ഒതുക്കി വെച്ചിരുന്ന ദുഃഖം ഒന്നായി കുത്തി ഒഴുകുന്നത് പോലെയായിരുന്നു അത്. തികച്ചും അസ്വസ്ഥനായി അദ്ദേഹം ഇരു കൈകളും ഉയർത്തിപ്പിടിച്ച് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തു. കണ്ണുനീർ ആ കവിളിലൂടെ മുറിഞ്ഞു വീണു. എൻ്റെ ഹൃദയം സഹതാപപൂർണമായി. സ്വയം അറിയാതെ ഞാൻ കൈനീട്ടി. അദ്ദേഹം തളർന്ന ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ ചുമലിൽ തലചായ്ച്ച് വിങ്ങിക്കരഞ്ഞു. എന്നിലെ മാതൃത്വത്തിൻ്റെ ചോദന പിടഞ്ഞുണർന്നു. ചുമലിൽ തലയണച്ച് കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുടിയിൽ വിരലോടിച്ചു. പരിസരത്തെപ്പറ്റി തികച്ചും വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. തെല്ല് കഴിഞ്ഞപ്പോൾ തേങ്ങൽ നിർത്തി അദ്ദേഹം തലയുയർത്തി. വീർപ്പുമുട്ടി നിൽക്കുന്ന ദിവസങ്ങളിലൂടെ മറ്റൊരുത്തനോട് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ദുഃഖം അതുവരെയും വിതുമ്പി നിൽക്കുകയായിരുന്നു. സമാധാനിപ്പിക്കാനും ഭയാനകമായ ആ ചുറ്റുപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനും ആരുമില്ലായിരുന്നു.
കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തുമാത്രം സഹിച്ചിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം എന്നെ എത്രമാത്രം സമാധാനിപ്പിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ വയ്യ. ഈ ജീവിതകാലം അത്രയും ഞാൻ നിങ്ങളുടെ സഹോദരനായിരിക്കും. എന്നെ വിശ്വസിക്കൂ. ഞങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്തു. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ക്വിൻസി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ കാലടി സ്വനം കേട്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആർദ്രക്ക് എങ്ങനെയുണ്ട്? അദ്ദേഹം ചോദിച്ചു. എൻ്റെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ അദ്ദേഹം തുടർന്നു, നിങ്ങൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുകയായിരുന്നു. പാവം, അദ്ദേഹം വല്ലാതായിട്ടുണ്ട്. ഹൃദയവേദന അനുഭവിക്കുന്ന പുരുഷനെ സമാധാനിപ്പിക്കാൻ ഒരു സ്ത്രീക്കേ കഴിയൂ. അദ്ദേഹത്തിനാകട്ടെ അങ്ങനെ ആരുമില്ലായിരുന്നു താനും. അദ്ദേഹം സ്വന്തം ഹൃദയത്തിൻ്റെ ദുഃഖഭാരം ആത്മനിയന്ത്രണത്തോടെ സ്വയം കടിച്ചൊതുക്കുകയായിരുന്നു. അതോർത്തപ്പോൾ എൻ്റെ ഹൃദയം ത്രസിച്ചുപോയി. ദുഃഖിക്കുന്ന എല്ലാവരെയും സമാശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ്. എന്നെ ഒരു സുഹൃത്തായി കരുതൂ. എല്ലാ വേദനകളും എന്നോട് തുറന്നു പറഞ്ഞോളൂ. ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ ഇത്രയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് മനസ്സിലാകും. ഞാൻ എത്രയും ഉള്ളിൽ തട്ടിയാണ് പറയുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ കൈത്തലം പിടിച്ച് തൻ്റെ ചുണ്ടോടടുപ്പിച്ച് ചുംബിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞു. ഗദ്ഗദകണ്ഠനായ അദ്ദേഹം പറഞ്ഞു, കൊച്ചു പെൺകിടാവേ, ഈ ആത്മാർത്ഥമായ സഹാനുഭൂതിയുടെ പേരിൽ ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. അദ്ദേഹം ആർദ്രയുടെ അരികിലേക്ക് പോയി. കൊച്ചു പെൺകിടാവേ. അദ്ദേഹം ഇതേ വാക്കുകൾ കൊണ്ടാണ് ലൂസിയെയും സംബോധന ചെയ്തത്. ശരിയായ സുഹൃത്താണ് താനെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചിരിക്കുന്നു. 18. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി, സെപ്റ്റംബർ 30. ഞാൻ 5 മണിയോടെ തിരിച്ചെത്തി. അപ്പോഴേക്കും ആർദ്രും ക്വിൻസിയും വന്ന് എല്ലാ ഡയറി കുറിപ്പുകളും മറ്റ് ബന്ധപ്പെട്ട കടലാസുകളും വായിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടികൾ കൊണ്ടുപോയ ആൾക്കാരെ തിരയുന്ന ജൊനാഥൻ തിരിച്ചെത്തിയിട്ടില്ല. മീന ചായ കൊണ്ടുതന്നു. ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഈ വീട് ഒരു വീടാണ് എന്ന് ഇപ്പോഴാണ് തോന്നിയത്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മീന പറഞ്ഞു, ഡോക്ടർ സെവാർഡ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങയുടെ രോഗി റെൻഫീൽഡിനെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കുമോ? ദയവ് ചെയ്ത് അനുവദിക്കൂ. അയാളെപ്പറ്റി അങ്ങയുടെ ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. എനിക്ക് അഭ്യർത്ഥന നിരസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളെയും കൂട്ടി റെൻഫീൽഡിൻ്റെ മുറിയിലേക്ക് ചെന്ന് ഒരു സ്ത്രീ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്ന് അയാളോട് പറഞ്ഞു. എന്തിന്? അവരിവിടെ എല്ലാവരെയും നടന്ന് കാണാൻ വന്നിരിക്കുകയാണ്. ഓ, വളരെ നല്ലത്. യാതൊരു തടസ്സവുമില്ല, വന്നോട്ടെ. ഇതാ, ഒരു നിമിഷം നിൽക്കൂ. ഞാൻ ഇവിടെ ഒന്ന് വെടുപ്പാക്കിക്കൊള്ളട്ടെ. ആ വെടുപ്പാക്കൽ പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഈച്ചകളെയും എട്ടുകാലികളെയും എല്ലാം ഒന്നായി എടുത്ത് എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പായി അയാൾ വിഴുങ്ങി. തടുത്തേക്കുമോ എന്ന് അയാൾ ഭയപ്പെട്ടതുപോലെ തോന്നി. പിന്നീട് ഉന്മേഷത്തോടെ അയാൾ പറഞ്ഞു, അവർ വന്നോട്ടെ. തല താഴ്ത്തി, എന്നാൽ ആരെങ്കിലും അകത്തേക്ക് കടന്നു വരുമ്പോൾ നല്ലവണ്ണം കാണത്തക്ക വിധം കണ്ണുകൾ ഉയർത്തിപ്പിടിച്ച് അയാൾ തൻ്റെ കിടക്കയിൽ കയറിയിരുന്നു. അയാളുടെ ഈ ശാന്തപ്രകൃതി എനിക്ക് തീരെ പിടിച്ചില്ല. അന്നൊരു ദിവസം എൻ്റെ മുറിയിൽ വെച്ച് പെട്ടെന്ന് എന്നെ ആക്രമിച്ച ദിവസം അയാൾ എത്രമാത്രം ശാന്തനായിരുന്നു എന്ന് ഞാൻ ഓർത്തു. ഇപ്പോഴും അയാൾ എന്തെങ്കിലും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ പെട്ടെന്ന് എത്തിപ്പിടിക്കത്തക്ക വണ്ണം അടുത്തായി ഞാൻ മുൻകരുതലോടെ നിന്നു. അത്യധികം ലാഘവത്തോടെ സുസ്മേരവദനയായി മീന മുറിയിലേക്ക് പ്രവേശിച്ചു. നേരെ അയാളുടെ അരികിലേക്ക് ചെന്ന് കൈ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു, റെൻഫീൽഡ്, വന്ദനം. നോക്കൂ, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. ഡോക്ടർ സെവാർഡ് നിങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പെട്ടെന്നൊരു മറുപടിയും പറയാതെ ദത്തശ്രദ്ധനായി അവളെ അടിമുടി വീക്ഷിക്കുകയായിരുന്നു. എനിക്ക് അതിശയവും അതിൽ കൂടുതൽ ശങ്കയും ഉണ്ടായി. പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ഡോക്ടർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയല്ല, അതെയോ? ആയിരിക്കില്ല, കാരണം അവൾ മരിച്ചുവല്ലോ. മീന പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ഓ അല്ലല്ല, ഞാൻ വിവാഹിതയാണ്. ഞാനും ഡോക്ടറും തമ്മിൽ കാണുന്നതിന് മുമ്പായി തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പേർ മിസ്സിസ് മീന ഹാർക്കർ എന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ ഒരു സന്ദർശനത്തിന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഡോക്ടർ സെവാർഡിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടെ താമസിക്കരുത്. എന്തുകൊണ്ട്? ഈ സംഭാഷണം എനിക്ക് തന്നെ അസുഖകരമായി തോന്നി. ഇത് മീനയെ വല്ലാതെ വിഷമിപ്പിക്കുമെന്ന് ഞാൻ ഭയന്നു. അതിനാൽ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു,
ഞാൻ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ തല തിരിച്ച് എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഒരു ചോദ്യം കേട്ടോ. മിസ്റ്റർ റൺഫീൽഡ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, മീന തുടർന്നു. എൻ്റെ നേരെ കാണിച്ച പുച്ഛത്തിൻ്റെ അത്ര തന്നെ ശക്തമായ വിനയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് അയാൾ മീനയോട് മറുപടി പറഞ്ഞത്. മീന, നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ആതിഥേയൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന എല്ലാം തന്നെ ഞങ്ങൾക്ക് പ്രിയതരങ്ങളുമാണ്. ഡോക്ടർ സെവാർഡ് തൻ്റെ വീട്ടുകാരാലും സുഹൃത്തുക്കളാലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രോഗികളാൽ കൂടി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രോഗികൾ പലപ്പോഴും കാര്യകാരണങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവരൊക്കെ തന്നെ മാനസിക രോഗികളാണ്. ഞാൻ തന്നെ ഭ്രാന്താലയത്തിലെ അന്തേവാസി ആയതുകൊണ്ട് ഇവിടുത്തെ ചില രോഗികളിൽ കണ്ടുവരുന്ന സ്വാഭാവികമായ ആന്തരിക ശക്തിവിശേഷങ്ങളെ ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മിഴിച്ചിരുന്നു പോയി. ഇവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രോഗി, ഞാൻ ജീവിതകാലത്ത് വേറെ ഒരിടത്തും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രോഗി, ഇതാ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രസംഗിക്കുന്നു, അതും ഒരു ബഹുമാന്യ വ്യക്തിയുടെ ഗൗരവത്തിൽ. അയാളുടെ വിസ്മൃതിയിൽ ആണ്ടുകിടക്കുന്ന ബോധമണ്ഡലത്തിലെ ഏതോ അജ്ഞാതമായ ഒരു തന്ത്രി മീട്ടിയത് മീനയുടെ സാന്നിധ്യമാണെന്ന് തോന്നുന്നു. എങ്കിൽ അവളിൽ ഏതോ അപൂർവമായ ഒരു ശക്തിവിശേഷം ഒളിഞ്ഞു കിടപ്പുണ്ടാവണം. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയം അത്രയും അയാൾ ഏറ്റവും യുക്തിയുക്തമായാണ് സംസാരിച്ചത്. അപ്പോൾ മീന എൻ്റെ നേരെ ചോദ്യരൂപത്തിൽ നോക്കിയ ശേഷം അയാളുടെ പ്രിയപ്പെട്ട വിഷയത്തിലേക്ക് മെല്ലെ നീങ്ങാൻ തുടങ്ങി. ഞാൻ വീണ്ടും അതിശയിച്ചു പോയി. കാരണം ശരിയായ ഒരു സ്ഥിരചിത്തൻ്റെ നിഷ്പക്ഷതയോടെ അയാൾ ആ വിഷയം അവതരിപ്പിച്ചു. ചില സന്ദർഭങ്ങളിൽ അയാൾ തന്നെ ഉദാഹരണമായി ഉദ്ധരിക്കുകയും ചെയ്തു. നോക്കൂ, ഞാൻ തന്നെ അസാധാരണങ്ങളായ വിശ്വാസങ്ങൾ വച്ചു പുലർത്തിപ്പോരുന്ന ഒരു മനുഷ്യൻ്റെ ഉദാഹരണമാണ്. എൻ്റെ സുഹൃത്തുക്കൾ പരിഭ്രമിക്കുകയും എന്നെ ചങ്ങലക്കിടുകയും ചെയ്തിരുന്നു. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. മർത്യജീവിതം അനശ്വരമാണെന്നും വളരെയധികം ജീവികളെ അവ എത്ര നിസാരങ്ങളായാലും വിരോധമില്ല, ജീവനോടെ തിന്നുന്നത് കൊണ്ട് ഒരുത്തന് തൻ്റെ ജീവിതം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാമെന്നും ഞാൻ കരുതിയിരുന്നു. ചിലപ്പോൾ ഈ വിശ്വാസം മനുഷ്യദേഹത്തിൽ തന്നെ കൈവയ്ക്കാൻ പ്രേരിപ്പിക്കത്തക്കവണ്ണം അത്രയും ശക്തമായിട്ടുണ്ട്. ഇതാ ഡോക്ടർ തന്നെ അതിനുദാഹരണമാണ്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി. രക്തത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ദേഹം എൻ്റേതിൽ ലയിപ്പിച്ച് എൻ്റെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഉന്നം. രക്തമാണ് ജീവിതം എന്ന തത്വമായിരുന്നു അതിൻ്റെ ആധാരം. അങ്ങനെയല്ലേ ഡോക്ടർ? ഞാൻ എന്ത് പ്രവർത്തിക്കണം, എന്ത് പറയണമെന്നറിയാതെ തല കുലുക്കുക മാത്രം ചെയ്തു. അയാൾ ഈച്ചകളെയും എട്ടുകാലികളെയും ഒന്നായി വിഴുങ്ങിയത് ഞാൻ 5 മിനിറ്റ് മുമ്പേ കണ്ടതാണ്. ഓർത്തപ്പോൾ എനിക്ക് ഭയം തോന്നി. ഞാൻ വാച്ചിൽ നോക്കി. വാൻ ഹെൽസിങ്ങിനെ സ്വീകരിക്കാൻ സ്റ്റേഷനിലേക്ക് പോകേണ്ട നേരമായി. പോകാറായി എന്ന് ഞാൻ മീനയോട് പറഞ്ഞു. പോകട്ടെ, ഗുഡ് ബൈ, ഇടയ്ക്കിടെ വന്നു കാണാം, റൺഫീൽഡിനെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോന്നു. പൊയ്ക്കോളൂ കുഞ്ഞേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മനോഹരമായ മുഖം ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. അവൻ നിന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. അയാളുടെ മറുപടി കേട്ട് ഞാൻ അമ്പരന്നുപോയി. വാൻ ഹെൽസിങ്ങിനെ കാണാനായി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയി. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഒരു കുഞ്ഞിൻ്റെ ആകാംക്ഷ നിറഞ്ഞ ഭാവത്തോടെ എൻ്റെ അരികിലേക്ക് ഓടി വന്നു ചോദിച്ചു, സുഹൃത്തേ, കാര്യങ്ങളൊക്കെ എങ്ങനെയിരിക്കുന്നു? തകരാറൊന്നുമില്ലല്ലോ? എനിക്കവിടെ വളരെയധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. കാരണം ആവശ്യം വരുന്ന പക്ഷം ഇവിടെ താമസിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മീന വന്നു ഇല്ലേ? പിന്നെ അവളുടെ ഭർത്താവോ? ആർതറും ക്വിൻസിയും വന്നില്ലേ? നന്നായി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. മീനയുടെ നിർദ്ദേശപ്രകാരം എൻ്റെ ഡയറി എടുത്തു കൊടുത്തതും ഞാൻ വിവരിച്ചു. അപ്പോൾ അദ്ദേഹം ഇടയിൽ കയറി പറഞ്ഞു, ഓ മീന, അവൾ ഒരു അത്ഭുത സൃഷ്ടിയാണ്. ഒരു പുരുഷൻ്റെ തലച്ചോറും സ്ത്രീയുടെ ഹൃദയവും ഉണ്ടവൾക്ക്. ഈശ്വരൻ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അവളെ അപ്രകാരം സൃഷ്ടിച്ചത്. ഇതുവരെ ആ പെൺകിടാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിക്ക് ശേഷം അവളെ ഈ ഭയാനകമായ ചുറ്റുപാടിൽ നിന്ന് അകറ്റി നിർത്തണം. അവളുടെ പുണ്യം പെറ്റ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് ശരിയല്ല. നാം പുരുഷന്മാരാണ് ഇതിനുവേണ്ടി, ഈ രാക്ഷസനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരുമാണ്. അവൾക്ക് അപകടമൊന്നും സംഭവിക്കുകയില്ലായിരിക്കാം. എന്നാലും ഇതിലെ ഭീകരതകൾ കാണുമ്പോൾ പലപ്പോഴും ഇവൾക്ക് ആത്മനിയന്ത്രണം വിട്ടുപോയേക്കാം. അതവളെ ജീവിതത്തിലുടനീളം ശല്യപ്പെടുത്തുകയും ചെയ്യും.
എല്ലാറ്റിനും പുറമെ അവൾക്ക് ചെറുപ്പമാണ്, വിവാഹിതയായിട്ട് അധികം കാലവുമായിട്ടില്ല. അവൾ എല്ലാ കടലാസുകളും എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ, അത്രയും മതി. നാളെ അവൾ ഇതിൽ നിന്നും വിരമിക്കണം, നമുക്ക് ജോലി ആരംഭിക്കുകയും ചെയ്യാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഡ്രാക്കുള പ്രഭു വാങ്ങിയിട്ടുള്ള എടുപ്പ് എൻ്റെ ആസ്പത്രിക്ക് തൊട്ടപ്പുറത്തുള്ളതാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടതുപോലെ തോന്നി. ഹോ, അത് നാം ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ. അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന പോലെ അദ്ദേഹം തുടർന്നു. എന്നാൽ നമുക്കവനെ സമയത്തിനകപ്പെടുത്തുകയും ലൂസിയുടെ ജീവനെ രക്ഷിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഏതായാലും ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് ഫലമില്ലല്ലോ. നമുക്ക് നമ്മുടെ മാർഗത്തിലൂടെ ലക്ഷ്യപ്രാപ്തി വരെ മുന്നോട്ട് പോകാം. പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തുന്നതുവരെ യാതൊന്നും ശബ്ദിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായി അദ്ദേഹം മീനയോട് പറഞ്ഞു, മീന, നിങ്ങളും ഭർത്താവും കൂടി ഈ നിമിഷം വരെയുള്ള എല്ലാ റെക്കോർഡുകളും ക്രമപ്രകാരം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞുവെന്ന് സെവാർഡ് പറഞ്ഞു. ഈ നിമിഷം വരെയില്ല പ്രൊഫസർ, അവൾ തുടർന്നു. ഇന്ന് കാലത്ത് വരെ. എന്തുകൊണ്ട് ഈ സമയം വരെയില്ല? ഓരോ ചെറിയ ശകലങ്ങളുടെ പോലും വിലയെന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടില്ലേ? മീന ആകെ ചുവന്നുപോയി. തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു, ഡോക്ടർ വാൻ ഹെൽസിംഗ്, ഇതൊന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ റെക്കോർഡിൽ ചേർക്കേണ്ടതാണോ എന്ന് പറയാമോ? എല്ലാ കാര്യങ്ങളുടെയും പ്രാധാന്യം ഞാൻ തികച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ തുലോം തുച്ഛമാണ്. ഇതും ചേർക്കണോ? പ്രൊഫസർ വളരെ കാര്യമായി അത് വായിച്ചു. അത് തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ചേർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണമെന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ചേർക്കണമെന്നാണ്. അത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവനാക്കും. സുഹൃത്തുക്കളായ ഞങ്ങളെയൊക്കെ നിങ്ങളോട് കൂടുതൽ ആദരവും അടുപ്പമുള്ളവരാക്കുകയും ചെയ്യും.